ജന്തർ മന്ദർ CJP പ്രതിഷേധത്തിന് വന്ന UP-യിൽ നിന്നുള്ളവരെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പോലീസിനെ കൊണ്ട് വെടിവെച്ച് കൊല്ലുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. എത്രമാത്രം ശരിയാണ് സാർ ഇത്? UP-ന്ന് വന്നവരെ യോഗി ആദിത്യനാഥ് വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള വാർത്ത എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഇപ്പൊ UP-ന്ന് വന്നവനെ വെടിവെച്ച് കൊല്ലാൻ പ്രാപ്തമായിട്ടുള്ളവരുണ്ടെങ്കിൽ ചിലപ്പം യോഗി വെടിവെച്ചു തീവ്രവാദികളായിരിക്കും. അപ്പൊ ജന്തർ മന്ദറിലെ പാറ്റാ സമരത്തിനകത്ത് പങ്കെടുത്തവർക്കെതിരെ കേസ് പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ കേസെടുക്കാൻ പാടില്ല എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞപ്പോഴും സുപ്രീം കോടതി വേറൊരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? കേസ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്കെതിരെ, സമാധാനപരമായിട്ട് സമരം ചെയ്തവർക്കെതിരെ ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് എടുക്കണം. അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ട് നിയമപരമായിട്ട് അഴിക്കുള്ളിലാക്കണം എന്ന് തന്നെ കോടതി പറഞ്ഞേക്കുന്നു. അപ്പൊ ഇവിടെ ഇന്ന് ഈ നമ്മുടെ ഇയാളുടെ പേരെന്തോ റഹീം ഇന്നലെ വലിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസുകാർ വെച്ചിരിക്കുന്ന കണ്ണാടി പോലും അവിടെ സമരക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെയൊക്കെയാണ് രാജ്യത്ത്, ലോകത്ത് എവിടെയും ഇതുപോലെ സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആ സമരത്തിനകത്ത് നിരീക്ഷണം ഉണ്ടാകണം. ആ സമരത്തിനകത്ത് പൊട്ടിത്തെറിക്കുന്നതിന് വേണ്ടിയല്ലേ IS-കാരൻ വന്നത്, അവനെയല്ലേ പിടികൂടിയത്. അല്ലെങ്കിൽ വേറെ ഭീകരന്മാരെ വേറെ പലയിടത്തു നിന്നും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നവരെ പിടികൂടിയില്ലേ, പോലീസ് നിരീക്ഷണം ഉണ്ടായിട്ടല്ലേ. ഇതിന്റെ ഭാഗമാകാൻ വരുന്നവൻ അതിനകത്ത് കയറുന്ന പൊട്ടിത്തെറിച്ച ഈ റഹീം എന്താ പറയും, സമരം ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറഞ്ഞല്ലേ, വല്ല ഭീകരന്മാരും തീവ്രവാദികളും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട. അപ്പൊ ആരാ വരുന്നതെന്ന് അറിയാനുള്ള, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ട് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ പരിശോധനയുടെ ഭാഗമായി അവിടെ വന്നു കയറിയവരാരൊക്കെയാണെന്ന് അറിയുന്നതിന് വേണ്ടി, കാരണം ഇവിടെ പല സമരങ്ങളും ഇതുപോലെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ക്രിമിനൽസ് ആണ്, അല്ലെങ്കിൽ സമരത്തിന്റെ മുദ്രാവാക്യം വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ്, രാജ്യത്ത് പൊട്ടിത്തെറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അത് CA സമരത്തിലും കർഷക സമരത്തിലും ഈ അഗ്നിവീർ സമരത്തിലും മറ്റു പല സമരങ്ങളിലും ഒക്കെ ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുള്ള, അതിനുശേഷം കേസെടുത്തപ്പോഴും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരത്തിനകത്ത് ആരാ വന്നതെന്ന് ഗവൺമെന്റിന് അറിയണമല്ലോ. പ്രധാനപ്പെട്ട തലസ്ഥാനം, പാർലമെന്റ് നിൽക്കുന്ന ഇടം, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഈ പ്രൊട്ടക്ട് ഏരിയ എന്ന് വെച്ചാൽ ആ ഏരിയ. അവിടെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രിമിനൽ നോക്കിയപ്പോൾ ഒരു ക്രിമിനലാണ്, UP എന്നുള്ള ക്രിമിനലാണ്. ഇവൻ പടിഞ്ഞാറൻ UP-യിലെ പിടിച്ചുപറി, കൊള്ള, ബലാത്സംഗം, കൊലപാതകം. 2014 വെടിവെച്ച് കൊന്നിട്ട് അകത്ത് പോയി കിടന്നിട്ടുള്ളവനാണ്. ഇവൻ വളരെ കാലമായിട്ട് പേര് മാറ്റി ഒളിവിൽ താമസിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? അവിടെ ചെന്നു, ഇവൻ ഉള്ള ഇടം, അവൻ അവിടെ നിന്ന് അവൻ UP പോലീസ് കണ്ടുകൊണ്ട് അവിടെ ചെന്നു. ഇവനുള്ള ഇടത്ത്, അപ്പോൾ അവിടുന്ന് മാറി അവനുള്ള ഇടത്ത് വലഞ്ഞു. അപ്പോൾ അവനെ ഹലോ എന്ന് വിളിച്ചപ്പോൾ അവൻ തോക്കെടുത്ത് UP പോലീസിനെ വെടിവെച്ച് UP പോലീസ് വെടിവെച്ച് കൊന്നു. അത്രേ ഉള്ളൂ. അവൻ ഏറ്റുമുട്ടൽ കൊലപാതകം. അതാണ് സംഭവം. അപ്പം ആ UP-ന്ന് ഈ പറയുന്നത് പോലെ പാറ്റാ സമരത്തിന് പോയാലും കർഷക സമരത്തിന് പോയാലും ഏത് സമരത്തിന് പോയാലും ആ സമരത്തിന് പോയവനെ നോട്ട് ചെയ്യുകയും അവൻ രാജ്യവിരുദ്ധനാണോ ദേശവിരുദ്ധനാണോ, അവന്റെ പണി എന്താണ്, അവനെ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്യും. കാരണം UP-യിൽ ഇതുപോലെ രാജ്യത്തിനെതിരെ നീങ്ങുന്ന ഇസ്ലാമിസ്റ്റുകളുടെ വലിയ കൂട്ടവും രാജ്യവിരുദ്ധ ശക്തികളുടെ വലിയ കൂട്ടവും ഒക്കെ ഉണ്ടെന്ന് വളരെ കൃത്യമായിട്ട് ഈ 10 കൊല്ലത്തിലേക്ക് ഭരണത്തിൽ വരുന്ന UP-യിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിനെ അറിയാം. യോഗി ആദിത്യനാഥ് അവിടുത്തെ ഗുണ്ടായുസവും ഇതുപോലെ ഉള്ള ടെററിസവും ഒക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് ഇല്ലായ്മ ചെയ്തണൊക്കെ പോലും ഇപ്പോഴും അതിന്റെ ശേഷിപ്പുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഗുണ്ട എന്ന് പറഞ്ഞവന് നേരത്തെ മുക്രീം കാല എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ വിശ്വസ്തനായിരുന്നു. മനസ്സിലായി? ഇവന്റെ പേര് മുഹമ്മദ് ഹുസൈൻ എന്നാ. ഇവനെയാണ് വെടിവെച്ച് കൊന്നത്. അപ്പൊ ഇവനെ എല്ലാരും മുഹമ്മദ്. ഇപ്പൊ വേറെ ഉണ്ടായിരുന്നു, വേറെ വലിയ, നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കൂടെ കണ്ടില്ലയോ? മുഹമ്മദ് അനസ് അല്ല, അത് നമ്മളെ ഇവിടുത്തെ പ്രധാനമന്ത്രി ചീത്ത വിളിച്ചു. ഇവിടെ ഇരുന്ന് പ്രധാനമന്ത്രി ചീത്ത വിളിച്ചാണ് അവന്റെ പേരാ മുഹമ്മദ് അനസ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ജുനൈഡ്, പ്രവാചകനിലെ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ പേരെടുത്തിട്ടുണ്ടായി തോന്നിയ സമത്വന്മാർ കാണിക്കുന്നു. അതെ, ഇത് മുഹമ്മദ് ജുനൈഡ്. മുഹമ്മദ് ജുനൈഡിനെ പറ്റി കണ്ടില്ലായിരുന്നു. അവന് വേണ്ടി വർത്തമാനം പറയാൻ കണ്ടമാനം ആൾക്കാരായിരുന്നു. ഏതാണ്ട് ഈ സമരം നടന്ന അത്രയും ദിവസം ഈ മുഹമ്മദ് ജുനൈഡ് എന്ന് പറഞ്ഞ ആ മഹാത്മാവ്, ഗാന്ധിജിക്ക് തുല്യമായിട്ട് നമുക്ക് അയാളെ വാഴ്ത്തേണ്ടി വരും. ഈ ഒരു ചെറിയ കട അവിടെ നടത്തിക്കൊണ്ടിരിക്കുക, മൊബൈലിന്റെ. ആ ചെറിയ കട വെച്ചിട്ട് ഒരു വലിയ മനസ്സുമായിട്ട് അവിടെ ഇറങ്ങി. എന്നിട്ട് 4 നേരം 5 സ്റ്റാർ സംവിധാനം, 5 സ്റ്റാർ വേണ്ട, ഞാൻ ഒന്ന് കുറച്ച് 4 സ്റ്റാർ സംവിധാനത്തുള്ള ഫുഡ് ഈ മഹാൻ അവിടെ വരുന്ന ഇവന്മാര് പറഞ്ഞ പാറ്റ പറഞ്ഞിരുന്ന 8000 പേരാ വരുന്നതെന്നാ പറഞ്ഞു. പോട്ടെ, 8000 വേണ്ട, അതിന്റെ പകുതി നമുക്കങ്ങ് ആക്കാം. 4000 പേര് വരുന്നെന്ന് വെച്ചിട്ട്
4000 പേർക്ക് 4 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഫുഡ് ആണെങ്കിൽ ഒരു നേരത്തെ ഫുഡിന് ഞാൻ 4 സ്റ്റാറിൽ നമ്മൾ കയറി, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ എങ്ങനെ വന്നാലും 2000 രൂപ വരും. 4 സ്റ്റാർ അല്ലെങ്കിൽ സംവിധാനമുള്ളത് പോട്ടെ, 100 രൂപ വെച്ചും കൂട്ടിയാട്ട് 2000 ഒന്നും വേണ്ട, 100 രൂപ വെച്ചാൽ ഒരു ദിവസം 400 രൂപയാവല്ലോ. 4000 പേർക്ക് 400 രൂപ വെച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ കാശ്, അങ്ങനെ 4 നേരം, ഇങ്ങനെ 30 ദിവസം. ഈ ചെറിയ കട നടത്തിയ വലിയ മനസ്സിന് ഉടമയെടുത്ത് നമ്മുടെ ആളിൻ്റെ അടുത്ത് ഇതുപോലെ നോക്കി. ഇവൻ ഇവിടെയാണല്ലോ, UP കാരനാ, മനസ്സിലായി, അവൻ ഡൽഹിയിലാ കുറെ കാലം കൊണ്ട്. അപ്പൊ ഇവന്റെ അഡ്രസ്സ് കിട്ടി, ഇവൻ വലിയ ആളല്ലേ, വലിയ ത്യാഗിയല്ലേ, ഇങ്ങനെ അവിടെ നിന്ന് സമരക്കാർക്കൊക്കെ കൊടുക്കുകയും അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയും ഭക്ഷണം കൊടുക്കാൻ താല്പര്യമുള്ളവനും ഒക്കെ ആണല്ലോ. അപ്പൊ ഇവൻ UP കാരനായതുകൊണ്ട് ഇവന്റെ കാര്യങ്ങൾ തിരക്കി യോഗി ആദിത്യനാഥ് തിരക്കിയിട്ട് പറഞ്ഞു അവന്റെ ഇൻകം ടാക്സ് ഒക്കെ പരിശോധിച്ചു. മാസം വീട്ടിൽ ഈ റേഷനറി ഫ്രീ ആയിട്ട് മേടിക്കുന്ന ആളാ ലിസ്റ്റിനകത്ത്. നമ്മുടെ ഈ കാർഡിൽ റേഷൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട്, ആ ലിസ്റ്റിനകത്താ പുള്ളി വരുന്നേ. പുള്ളിക്ക് പിന്നെ എവിടുന്ന് ഈ പൈസ കിട്ടി? ഇപ്പൊ തന്നെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ തന്നെ 12 ലക്ഷം 14 ലക്ഷം രൂപ വരും, മനസ്സിലായില്ലേ? അപ്പൊ ആ പൈസ എവിടുന്ന് കിട്ടിയെന്ന് UPയില് യോഗി ആദിത്യനാഥ് ആ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് ചോദിപ്പിച്ചു. പോലീസ് ചെന്നു, ഇൻകം ടാക്സ് ചെന്നു, മറ്റു പലരും ഒക്കെ ചെന്നു. നിങ്ങൾക്ക് ഈ പൈസ എവിടുന്ന് കിട്ടി, അതിന്റെ കണക്ക് ഒന്നൊന്ന് ബോധിപ്പിച്ചിട്ട് പോയാൽ മതി. ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ ഇങ്ങനെ പുള്ളി ഹർജി കൊടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിളിപ്പിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇവൻ ഒളിവിലാണ്. അതുപോലെ തന്നെ പാറ്റയുടെ ഒരു സമര നേതാവുണ്ടല്ലോ, അബ്ജിബ് ദീക്കയുടെ കൂടുള്ള ഒരുത്തൻ, ഡൽഹി താമസിക്കുന്നത്, അവന്റെ പേരെന്തുവാ? സൗരവ് ദാസ്. സൗരവ് ദാസ്. അവൻ മംഗലാപുരത്തുള്ള വീടൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നോക്കിയിട്ടുണ്ട്. വൃത്തിയായിട്ട് നോക്കിയിട്ടുണ്ട്. ഇവനെ ഡൽഹി താമസിക്കുന്നതിനകത്ത് തന്നെ പരിശോധിച്ചപ്പോൾ ഒരു മാസത്തേക്ക് വാടക ഇനത്തിൽ തന്നെ 10-12 ലക്ഷം രൂപയൊക്കെ ചിലവാക്കുന്ന പറഞ്ഞത്. അച്ഛന് പോത്ത് കച്ചവടം കണ്ടൊക്കെയാ, അപ്പൊ ആ പോത്തുമില്ല, അമ്മയ്ക്കും വേറെ പണിയില്ല. പിന്നെ ഇവൻ താമസിക്കുന്ന ഏരിയ ഇതുപോലെ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കും വരുമാനമുള്ളവർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. അവിടെ നിന്നുകൊണ്ട് അവൻ ഈ പറയുന്ന ന്യായമൊക്കെ. അപ്പൊ ഈ പൈസ ഒക്കെ എവിടെ നിന്നോ വരുന്നുണ്ട്, ചുമ്മാതെ അല്ല പണി നടത്തുന്നതെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഈ പണി നടത്തുന്നതിന് കാശ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. എവിടുന്നാ കിട്ടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞേ മതിയാവത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു അന്വേഷണത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ UPയിലെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി അന്വേഷിക്കും കാര്യങ്ങൾ, പുള്ളി സ്പീഡ്, അവരുടെ കൂട്ടി പമ്മി പെട്ടെന്ന് കാര്യങ്ങൾ അന്വേഷിക്കും, വിളിപ്പിക്കും. കാര്യങ്ങൾ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഇതുപോലെ പോലീസ് വീട്ടിൽ ചെല്ലും. പോലീസിന്റെ അടുത്ത് പിന്നെ അന്നേരം അവിടെ ചെല്ലുമ്പോൾ തോക്കോ കടാരയോ എല്ലാം എടുത്ത് കാണിച്ച് അവര് പിന്നെ എന്ത് ചെയ്യാൻ? ഇവര് പോകും, അവരുടെ അടുത്ത് കീഴടങ്ങാൻ പറയുമ്പോൾ അവരെ തോക്കെടുത്ത് കാണിച്ച് അവൻ വെടിവെക്കുന്നതിന് മുമ്പ് തിരിച്ചു വെടിവെക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവൻ വെടിവെക്കുമല്ലോ. ഇവന്റെ പണി അതാണല്ലോ. ഇവനിപ്പോ ഈ മുഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് ഫുർഹാൻ എന്ന് പറയുന്നവൻ, അവൻ അവനെ പിടിച്ചാൽ അവനകത്താന്നറിയാം, അവൻ ക്രിമിനലാന്നറിയാം, പല ആൾ കൊണ്ട് ഒളിവിലാന്നറിയാം. അപ്പൊ അവനെങ്ങനെയും ഈ ഒളിവ് കഴിയാൻ വേണ്ടി ഈ പേര് മാറ്റി ഇപ്പൊ കറിയുന്നത് പോലെ പോലീസുകാരനാണെങ്കിൽ പോലീസുകാരൻ, യോഗിയാണെങ്കിൽ യോഗി, പ്രധാനമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രി, ആരുടെ നെഞ്ചത്ത് വെടിവെച്ചാലും അവൻ അവിടുന്ന് രക്ഷപ്പെടണം. അപ്പൊ അവനെ പിന്നെയും നമ്മള് അവിടെ നിന്നാട്ടെ വെടിവെക്കല്ലേ കത്തി താഴെയിടാന്നൊക്കെ അല്ലേ തിലകം പറഞ്ഞ പോലെ താഴെയിടാൻ പറഞ്ഞ അവൻ താഴെയിടത്തൊന്നുമില്ല, അവൻ വെടിവെച്ചിട്ട് പോവും. അപ്പൊ യോഗി ഈ പറയുന്ന പാറ്റാ സമരത്തിനായാലും ഏത് സമരത്തിനായാലും പങ്കെടുക്കുന്നവർ അവർ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് മാന്യമായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ ഞാനീ പറഞ്ഞതുപോലെ അവന്റെ പുറകെ ചെല്ലും, അവന്റെ കാര്യങ്ങൾ അന്വേഷിക്കും. അവൻ ഗുണ്ടയാണെങ്കിൽ അവനെ പിടിക്കുന്നതിന് വേണ്ടി പോലീസിനെ വിടുമ്പോൾ പോലീസിന്റെ അടുത്ത് തോക്കുമായിട്ട് നിന്നാൽ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കിരീടം സിനിമയ്ക്കകത്ത് കീരിക്കാടനെ കുത്തിക്കൊല്ലുമ്പം മോഹൻലാൽ വയലന്റ് ആയിട്ട് നിൽക്കുവാന്നല്ലോ, തിലകൻ ചെന്നിട്ട് കത്തി താഴെ അന്നേരം ഇവൻ കത്തിയും കൊണ്ട് ചാടി ആടുത്താ മോഹൻലാൽ തിലകന്റെ അടുത്തോട്ടിയല്ലോ. അവസാനം 3-4 സ്റ്റൈലിൽ പറഞ്ഞു നോക്കി, അവസാനം കരഞ്ഞോണ്ട് പറഞ്ഞു കത്തി താഴെ ഇറ. അന്നേരം അച്ഛനാന്നറിഞ്ഞ തിരിച്ചായിട്ട് ഈ ഉണ്ടയ്ക്ക് അച്ഛനും വിഷയമല്ല, പോലീസും വിഷയമല്ല, യോഗിയും വിഷയമല്ല, മോദിയും വിഷയമല്ല. അപ്പൊ അവൻ തോക്കെടുക്കുന്നതിന് മുമ്പ് അവനെ വെടിവെക്കുക എന്നുള്ളത് അത് മാത്രമാണ് അവിടെ ചെന്ന്. ഏതായാലും യോഗയെടുത്ത് പാറ്റകളി എന്നാൽ കേസിന് പകരം പുള്ളി കേസെടുക്കത്തൊന്നുമല്ല, പക്ഷെ ആവശ്യമുള്ളവരാണെങ്കിൽ വെടിവെച്ചങ്ങ് കൊല്ലും, അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.